ഡോക്ടർ ജി ഗോപകുമാർ, കോൺഗ്രസിൽ സംഭവിക്കുന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തിന് മോശമുണ്ടാക്കുന്ന ഒരു കാര്യമാണോ, ജനവിധിയെ മാനിക്കാത്ത ഒരു കാര്യമാണോ നടക്കുന്നത്? കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ചരിത്ര പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ഇത്തരം അധികാര കസേരകൾക്ക് വേണ്ടിയുള്ള സംഘടനം മുൻപുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ജീവിക്കുന്ന സോഷ്യൽ മീഡിയയുടെ യുഗത്തിൽ ഇത് കൂടുതൽ ജനങ്ങളുടെ മുമ്പിൽ എത്തുന്നു, വളരെ പെട്ടെന്ന് എത്തുന്നു. ആ നിലയ്ക്ക് അതുണ്ടാക്കുന്ന വിമർശനം നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല. വളരെയധികം പ്രതീക്ഷയോടുകൂടി ജനങ്ങൾ അധികാരത്തിലേറ്റിയ ഒരു ഗവൺമെൻറ് പുത്തിരിയിൽ തന്നെ കല്ല് കടിക്കുന്ന രീതിയിൽ എത്തരുത്. ഇത്തരം കാര്യങ്ങൾ താമസമില്ലാതെ തന്നെ അഭിപ്രായം സമന്വയം കൊണ്ടുവന്ന് ഒരു തീരുമാനമെടുക്കേണ്ടതാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഈ ചർച്ച കൂടുതൽ മുന്നോട്ട് പോവുകയും അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ നേതാക്കന്മാരോ ഗ്രൂപ്പുകാരോ ഒക്കെ പറയാൻ തുടങ്ങിയാൽ പിന്നെ അത് കൈവിട്ട കളിയാവും. ഇപ്പോൾ തന്നെ മാത്യു കുഴൽനാടനും മുസ്ലിം ലീഗുമായിട്ട്, ലീഗ് നേതാക്കന്മാരുമായിട്ടൊക്കെ അഭിപ്രായ സംഘടന വന്നു കഴിഞ്ഞു ഈ കാര്യത്തിൽ. കാരണം മുസ്ലിം ലീഗ് അതിൻ്റെ നിലപാട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ മുസ്ലിം ലീഗ് ഇടപെടേണ്ട എന്ന് കുഴൽനാടൻ്റെ ഒരു അപായ സൂചന നൽകിയപ്പോൾ അതിന് മറുപടിയായി കുഴൽനാടനെ ചീത്ത പറഞ്ഞുകൊണ്ടുള്ള ബാനറുകളും മറ്റും പേരാമ്പ്രയിലും മറ്റ് സ്ഥലങ്ങളിലുമെല്ലാം കുറ്റിയാടിയിലും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ കാണിക്കുന്നത് ഈ മുന്നണി രാഷ്ട്രീയത്തിനകത്ത് അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ ആകാം, പക്ഷെ അത് കഴിയുന്നതും പാർട്ടിക്കുള്ളിൽ ഇല്ലെങ്കിൽ മുന്നണിക്കുള്ളിൽ നടത്തുന്നതാണ് അഭികാമ്യം. പ്രത്യേകിച്ചൊരു ഗവൺമെൻറ് വളരെ ആസ്പിറേഷണലായിട്ട് അധികാരത്തിൽ വന്ന് മാസീവായിട്ടൊരു മാൻഡേറ്റ് കിട്ടുമ്പോൾ ഇക്കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഒതുക്കി നിർത്തി സംസാരിച്ച് തീരുമാനിച്ച് കൊണ്ടുപോകണം. നീണ്ടു പോയാൽ, ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് 3 ദിവസമായി, നീണ്ടു പോയാൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിയിക്കും. മാത്രമല്ല, ഗ്രൂപ്പ് സമവാക്യങ്ങൾ പഴയതെല്ലാം അസ്തമിച്ചതിന് ശേഷം ഇത് പുതിയൊരു ഗ്രൂപ്പ് സമവാക്യത്തിലേക്ക് വഴിതെളിയിക്കുമോ എന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ പശ്ചാത്തലം ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഒരു സോഷ്യൽ മീഡിയയുടെ യുഗത്തിൽ ജീവിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നല്ല കാര്യങ്ങളല്ല കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് വരുന്നത്. രാവിലെ തന്നെ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ മന്ത്രിസഭയിലേക്ക് ഇല്ല എന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനം നടത്തി എന്ന രീതിയിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. വി ഡി സതീശനെ അറിയാവുന്നവർക്ക് അത് തെറ്റാണെന്ന് പറയുവാനും കഴിയില്ല. അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടാവാം. എനിക്ക് ഉറപ്പില്ല കേട്ടോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ എന്ന്. അദ്ദേഹം പറയാനുള്ള സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല. അത്രയേ ഉള്ളൂ. ഡോക്ടർ ജി ഗോപകുമാർ. അതെ, എന്തായാലും ഒരു പക്ഷേ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയാൽ, കാരണം അദ്ദേഹത്തെ തന്നെ പ്രൊജക്റ്റ് ചെയ്ത് ടീം UDF എന്നുള്ള സങ്കല്പം തന്നെ കൊണ്ടുവന്നത് വി ഡി സതീശനാണ്. അപ്പോൾ അത് അദ്ദേഹം തന്നെ നയിച്ച ഒരു പ്രസ്ഥാനം വളരെ പെട്ടെന്ന് അദ്ദേഹം അതിൽ നിന്ന് മാറി നിൽക്കുന്നൊരു പശ്ചാത്തലത്തിലേക്ക് വരുമോ, അതോ അദ്ദേഹത്തിനെ തിരഞ്ഞെടുക്കാൻ തീരുമാനമെടുക്കുമോ, അല്ല ഇതല്ല കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥി വേണ്ട എന്നുള്ളൊരു നിലയിലൊരു ചർച്ച പോയി കഴിഞ്ഞാൽ അവശേഷിക്കുന്ന 2 പേരിൽ രമേശ് ചെന്നിത്തലയ്ക്ക് അവസരം കിട്ടുമോ? ഇതെല്ലാം ഒരുപാട് വിഴുപ്പായി മാറരുത്. ഈ ചർച്ചകൾ ജനാധിപത്യത്തിൽ അത്യാവശ്യമാണ് വളരെയധികം. പിന്നെ ജനപിന്തുണയൊക്കെ പരിഗണിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ആ ഒരു വൈബ്രൻറ്റ് മൂഡ് അത് വളരെയധികം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരുപക്ഷെ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി വരാനാണ്. കാരണം അദ്ദേഹം കൊണ്ടുവന്ന ആശയങ്ങൾ, അദ്ദേഹം എടുത്ത നിലപാടുകൾ, 100 സീറ്റ് 100 കവിയുമെന്ന് പറഞ്ഞ പ്രഖ്യാപനം, ടീം UDF എന്നുള്ള സങ്കല്പം, ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോയി. ഇത് കൊണ്ടുപോകുമ്പോൾ മറ്റുള്ളവരെ ഇകഴ്ത്താനല്ല ഈ പറയുന്നത്, മറ്റുള്ളവരും പ്രധാനപ്പെട്ട ആൾക്കാർ തന്നെയാണ്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിൽ ഇത്രത്തോളം പ്രാധാന്യം കിട്ടിയതിന് ശേഷം അത്തരമൊരു നേതാവ് മാറി നിൽക്കുകയാണെങ്കിൽ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് വളരെ അശുഭകരമായ ഒരു തുടക്കമായി പോകും. അങ്ങനെ വരാതെ ഇപ്പോൾ മൂന്നാമതൊരാളെ മുകളിൽ നിന്ന് ഇറക്കേണ്ട ഒരു കാര്യം എന്തായാലും കേരളത്തിൽ ഇല്ലല്ലോ. അങ്ങനെ കേരളത്തിലെ കോൺഗ്രസിൽ അങ്ങനെ ഒരു സാഹചര്യമേ ഇല്ലാത്തതാണല്ലോ. പക്ഷേ KCയുടെ പേരിന് മുൻഗണന കിട്ടുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും വാസ്തവത്തിൽ ഒരു അത്യാവശ്യവും ഒന്നും കാണുന്നില്ല. എനിക്ക് മനസ്സിലാക്കാൻ വയ്യാത്തത്, കാരണം ഒരു രാജ്യത്തിൻ്റെ ഹൈക്കമാൻഡ് പാർട്ടിയുടെ 5 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു ദേശീയ പാർട്ടിയുടെ ഹൈക്കമാൻഡിലിരിക്കുന്ന ഒരാൾക്ക് കേരളം പോലൊരു കൊച്ചു സംസ്ഥാനത്ത് വന്ന് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ വന്ന് നിന്ന് അത് ജയിച്ച് മറ്റൊരു ലോക്സഭാ സീറ്റ് ഒഴിവായി അവിടെ മറ്റൊരു മത്സരം കാഴ്ചവെച്ച്, അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ തിരിച്ചടിയൊക്കെ ഉണ്ടാകുമെങ്കിലുള്ള പ്രശ്നം. മാത്രമല്ല, അകത്ത് ഇഷ്ടം പോലെ നേതാക്കന്മാരുണ്ടല്ലോ, MLA മാരായ ആൾക്കാർ വേറെയുമുണ്ട്.
അപ്പോൾ അങ്ങനെയുള്ളൊരു മാത്രമല്ല, ഇതൊക്കെ തുടക്കത്തിൽ സുധാകരൻ ബഹളം കാണിച്ച് കേരള ഹൗസിൽ പ്രതിഷേധിച്ച് നിന്ന ഒരു പശ്ചാത്തലം നമ്മൾ ഓർക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് 5 ദിവസത്തോളം ഹൈക്കമാൻഡിനെ വെട്ടിലാക്കിയ ഒരു പശ്ചാത്തലവും ടിക്കറ്റ് കൊടുക്കുന്ന പശ്ചാത്തലത്തിലുണ്ടായി. അദ്ദേഹത്തിന് മത്സരിച്ചേ പറ്റൂ. അന്ന് ഹൈക്കമാൻഡ് എടുത്ത തീരുമാനം എന്താണ്? എംപിമാരാരും മത്സരിക്കേണ്ട. അപ്പോൾ എംപിമാരാരും മത്സരിക്കേണ്ടെങ്കിൽ വാസ്തവത്തിൽ KCക്കും അതിന് വലിയ സ്പേസ് ഇല്ല. അത് ധാർമ്മികമായിട്ട് അദ്ദേഹത്തിന് അവകാശപ്പെടാൻ വലിയ കാര്യമില്ല. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സംസ്ഥാനമാണ്. ഒരുപാട് നേതാക്കന്മാർ ഇവിടെ തന്നെ ആസ്പിറേഷണലായിട്ട് നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിനാണെങ്കിൽ വളരെ തിരക്കുള്ള മറ്റ് ചുമതലകളുണ്ട്. ആ ചുമതലകളിൽ തന്നെ ഒരുപാട് സംഭാവന ചെയ്യാനും ആ നിലയ്ക്കുള്ള രാഷ്ട്രീയത്തിൽ രാജ്യമൊട്ടുക്ക് തന്നെ ഹൈക്കമാൻഡിൻ്റെ ഒരു കുടുംബത്തിലെ 3 പേര് കഴിഞ്ഞാൽ അടുത്ത ആൾ അദ്ദേഹമാണ്. ആ സ്ഥാനം തന്നെ അതിൻ്റെതായ രാഷ്ട്രീയ പ്രാധാന്യമുണ്ടല്ലോ. നാളെ കോൺഗ്രസിനൊരു ദേശീയ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ, കേന്ദ്രത്തിലൊരു ഭരണം കിട്ടിയാൽ ഒരുപക്ഷേ ഇന്ന് അമിത്ഷായുടെ സ്റ്റാറ്റസിലേക്ക് വരേണ്ട ഒരാളാണ്. അങ്ങനെയുള്ള ഒരാളാണ് ഇന്ന് ഈ ഒരു ചെറിയ സംസ്ഥാനത്തിന് മുഖ്യമന്ത്രി. പക്ഷേ നിലവിൽ മുഖ്യമന്ത്രി കസേരയാണ്. അതങ്ങനെ എളുപ്പത്തിൽ വിട്ടുകളയുവാൻ എന്തായാലും KC വേണുഗോപാൽ തയ്യാറാകുമോ ഡോക്ടർ ജി ഗോപകുമാർ? ഇന്ന് ഇന്ദിരാഭവന് മുന്നിൽ നിന്ന് കേട്ട 2 ബൈറ്റുകൾ, അത് താങ്കൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ്. ഒന്നാമത്തേത് മാത്യു കുഴൽനാടൻ്റേത്, പിന്നെയുള്ളത് K സുധാകരൻ്റേതാണ്. ഈ 2 പേരുടെയും സംസ്ഥാനത്തിൽ നിന്ന് വ്യക്തമാകുന്നത് VD സതീശനെ മുഖ്യമന്ത്രി ആക്കരുത് എന്നുള്ള കാര്യമാണ്. അവിടെ KCക്ക് വേണ്ടി ബാറ്റ് ചെയ്യുന്നവരെയാണ് കണ്ടത്. മാത്യു കുഴൽനാടൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്. പിന്നെ സുധാകരനും VD വരരുത് എന്ന് താല്പര്യപ്പെടുന്ന ആളാണ്. ഈ 2 ബൈറ്റുകളും ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവും. മുസ്ലിം ലീഗിനെ പോലും കുറ്റം പറഞ്ഞുകൊണ്ടാണ് മാത്യു കുഴൽനാടൻ്റെ സംസാരം. അതൊന്ന് കേൾക്കാം. ഞാനും സതീശേരനെ കണ്ടു, ഞാനും നേതാക്കന്മാരെ കണ്ടു, ഞാൻ രമേശിയെ കണ്ടു, ഞാൻ KC വേണോമാൻ, അതിന്റെ അർത്ഥം പിന്തുണ ഉറപ്പാക്കാനാണ്. അങ്ങനെയില്ല, ഞങ്ങളുടെ നേതാക്കന്മാരല്ലേ. ഞാൻ ഡൽഹി പോയി KC വേണോമാനെ കണ്ടത് വരെ ഞങ്ങളുടെ പാർട്ടിക്ക് ഞങ്ങളുടെ നേതാക്കന്മാർ, ഞങ്ങളുടെ MLA-മാർക്ക് കാണണ്ടേ? പാർട്ടി തീരുമാനിക്കുന്ന ആൾ മുഖ്യമന്ത്രിയാണ്. അതാണ് സാധാരണഗതി. അല്ലാണ്ട് അതിൻ്റെ വേറെ യാതൊരു സാധാരണഗതിയില്ല. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ UDF-ന്റെ നട്ടെല്ലാണ്. എപ്പോഴൊക്കെ UDF-നോ അല്ലെങ്കിൽ ഈവൻ കോൺഗ്രസിനോ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്, അപ്പോഴൊക്കെ ആ UDF-ന്റെ കെട്ടുറപ്പിന് വേണ്ടി മുന്നിട്ടിറങ്ങി പ്രവർത്തിച്ചിട്ടുള്ളതാണ്. മുസ്ലിം ലീഗിന് എപ്പോഴൊക്കെ മുസ്ലിം ലീഗിനെ ഈ തെരുവിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെതിരെ രാഷ്ട്രീയ ആക്രമണം ഉണ്ടായിട്ടുണ്ടോ, അപ്പോഴൊക്കെ മുസ്ലിം ലീഗിനും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്കും പ്രതിരോധം തീർത്ത പാർട്ടിയാണ് കോൺഗ്രസ്. രണ്ടുപേരും സഹോദരങ്ങളെ പോലെ അത്ര ഐക്യത്തിലും ഇഴയടുപ്പത്തിലും പോകുന്ന പാർട്ടിയാണ്. അവരെന്തെങ്കിലും ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം ലീഗിന്റെ നിയമസഭാ കക്ഷി നേതാവ് ഇന്ന ആളാകണമെന്ന് കോൺഗ്രസ് പറയൂ? കേരള കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവ് ഇന്ന ആളാകണമെന്നാണ് ഞങ്ങളുടെ താല്പര്യം കോൺഗ്രസ് ആരോടും പറയൂ? അല്ലെങ്കിൽ RSPയുടെ നേതാവ് ഇന്ന ആളാകണം, RSPയുടെ മന്ത്രി ഇന്ന ആളാകണം, കേരള കോൺഗ്രസിന്റെ മന്ത്രി ഇന്ന ആളാവുന്നതാണ് നല്ലത്? മുസ്ലിം ലീഗിന് അങ്ങനെ ആരും പറയൂ? Not only VD Sadishan, there are so many VD Sadishan in party. Indian National Congress is a lateral leaders, bulk of leaders. Everywhere we have a very good leadership is there. Among them, you suggest like this. That's also in this. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.